ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ₹1 പോലും ചിലവാക്കാതെ നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ എങ്ങനെ നല്ല ഭംഗിയുള്ളതാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴയ പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ടാങ്ങിൻ്റെ കുപ്പി, അതുപോലെ പഴയ അരിപ്പ, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടോ. ഇതിപ്പോൾ ഒരു പഴയ അരിപ്പയാണ് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസൊക്കെ അരിക്കുന്ന സൈസിൽ അരിപ്പയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗവും അതുപോലെ ആ പിടിയും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഒടിക്കുമ്പോഴത്തേനും ഒടിഞ്ഞു പോരും. അതേ ഒരു പരുവത്തിലിരിക്കുന്ന സംഭവമായിരുന്നു. എന്നിട്ട് ഇത് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. പെയിൻറ്റ് ഇന്ന പെയിൻറ്റൊന്നുമില്ല. ഞാനിവിടെ ഈ വീടിൻ്റെ പെയിൻറ്റ് അടിച്ചേർന്ന് നമ്മുടെ ആ ഒരു പെയിൻറ്റ് ബാലൻസ് കിടന്ന് വെച്ചത് എടുത്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. അതുപോലെ ടാങ്കിൻ്റെ ബോട്ടിൽ ഒരു കുപ്പി കിടന്നിട്ടാണെങ്കിലും അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചെടുത്തു. അകമൊന്നും പെയിൻറ്റ് അടിക്കല്ല കേട്ടോ, കാരണം അത് നമ്മൾ മണ്ണിട്ട് ഇടുവാണ്. അപ്പോൾ അതുകൊണ്ട് അകമൊന്നും പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഈ ടാങ്കിൻ്റെ ആ ഒരു ബോട്ടിൽ മാത്രം ആ ഒരു എൻ്റെ ഭാഗത്ത് നമ്മളൊരു കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തു, 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ അരിപ്പ നന്നായിട്ട് ഇതേ പെയിൻറ്റ് അടിച്ചെടുത്തത് അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ചകിരി കീറിതിട്ട് കൊടുക്കാം. ഇപ്പോൾ ചകിരി കിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഈ മോപ്പിൻ്റെയൊക്കെ നൂലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സ്പോഞ്ച് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഇങ്ങനെ എന്താ പറയുക പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ചകിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതുമാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് മണ്ണോ അല്ലെങ്കിൽ മറ്റേ വളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എന്താണോ നിങ്ങൾ എങ്ങനെയാണോ ചെടി നടാറുള്ളത് അതുപോലെ മണ്ണൊക്കെ നിറച്ചെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ടർട്ടിൽ വൈനാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതെല്ലായിടത്തും കൂടെ ഇങ്ങനെ നിറച്ച് കൊടുക്കാം. ഞാനിത് ഹാങ് ചെയ്തിടാനാണ് പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു ചിരട്ട വെച്ചിട്ട് ഹാങ് ചെയ്തിടണൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു കയറെടുത്തിട്ട് ഇതിൻ്റെ ഏതെങ്കിലും വെറുതെ എന്താ പറയുക വേസ്റ്റായിട്ട് കിടക്കണ കയറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ 3 കയർ ഇങ്ങനെ എടുത്തിട്ട് ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് മേളിലും ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കയറിന് വലിയ നീട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു കെട്ട് കൊടുക്കേണ്ട വന്നു കേട്ടോ. അതെന്താണെങ്കിലും ഈ കയറ് ഞാൻ പിന്നീട് മാറ്റുന്നുണ്ട്. കാരണം ആ കെട്ട് വന്നുകൊണ്ട് അതൊരു ബോറായിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ എന്നാലും ഇത് ഹാങ് ചെയ്തിടാൻ പറ്റും കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് രാത്രിയിലാണ്. അപ്പോൾ കുറച്ച് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് മുകളിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം. അപ്പോൾ ഈ അരിപ്പ ആയതുകൊണ്ട് തന്നെ ഇതിന് ഓൾറെഡി ഹോളുണ്ടല്ലോ താഴത്തെ ഭാഗത്ത്. അപ്പോൾ അതിനോട് ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ടാങ്കിൻ്റെ നമ്മുടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഹോളിട്ട് കൊടുക്കണം. ഒരു കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കുത്തിവെച്ചാൽ മതി. അപ്പോൾ അത് ഇതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ മണ്ണൊക്കെ നിറച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം തന്നെ എന്തെങ്കിലും ടൈപ്പിലുള്ള ടർട്ടിൽ വൈൻ തന്നെയാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാം പല പല വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 കിലോയുടെയൊക്കെ ടാങ്കിൻ്റെ കുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ മേളിൽ നമ്മൾ ഹോളിട്ട് കൊടുത്തല്ലോ, അപ്പോൾ അതിൽ കൂടെ ഒരു മോപ്പിൻ്റെ തന്നെ ഒരു നൂലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് ഭിത്തിയിലാണ് കേട്ടോ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നു വെച്ചാൽ ആ ഒരു നമ്മൾ ഒരു സൈഡിൽ കുറച്ചിങ്ങനെ കുഴിച്ചല്ലേ കട്ട് ചെയ്തെടുത്തേണത്. അപ്പോൾ ആ വസ്തുക്ക് ഇങ്ങനെ ചാടി കിടക്കണ പോലെയായിരിക്കും ഇത് ഉണ്ടാവുക കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ രാത്രിയിൽ എടുത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്ത കേട്ടോ. എൻ്റെ ഈ ടിന്നൊന്നും കാണത്തൊന്നുമില്ല. നല്ല രസമായിട്ട് അതിങ്ങനെ കിടക്കും അങ്ങനെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രസമുണ്ടാവും. നമുക്കൊരു എന്താ പറയുക, ഇതിൻ്റെ പച്ചപ്പും കാര്യങ്ങളും പൂവുകളും ഒക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഈ സ്ഥാനത്ത് നമുക്ക് 10 മണിച്ചെടിയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചിരട്ടയിൽ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ആക്കി വെച്ച് കൊടുക്കാം. ഇതൊക്കെ ആണെങ്കിലും ഒരുപാട് വെള്ളമൊന്നും നനച്ച് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ടർട്ടിൽ വൈനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പരിപാലിക്കാനൊക്കെ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.